കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പ്രവർത്തന പ്രകടനത്തിൽ മികച്ച നേട്ടം സ്വന്തമാക്കി കൊച്ചി മെട്രോ. യാത്രക്കാരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധന രേഖപ്പെടുത്തിയതോടൊപ്പം അറ്റനഷ്ടം കുറയ്ക്കാനും പ്രവർത്തന ലാഭം കൈവരിക്കാനും കൊച്ചി മെട്രോയ്ക്ക് സാധിച്ചു. നഗരവാസികൾ പൊതുഗതാഗത മാർഗമായി മെട്രോയെ കൂടുതൽ ആശ്രയിക്കാൻ തുടങ്ങിയതിന്റെ വ്യക്തമായ തെളിവാണ് പുതിയ കണക്കുകൾ. 2025-2026 സാമ്പത്തിക വർഷത്തിൽ കൊച്ചി മെട്രോയുടെ അറ്റനഷ്ടം 2024-2025 430.50 കോടി രൂപയിൽ നിന്ന് 352.49 കോടി രൂപയായി കുറഞ്ഞു. ഇതേ കാലയളവിൽ 52.64 കോടി രൂപയുടെ പ്രവർത്തന ലാഭവും കമ്പനി നേടി. തുടർച്ചയായി 4ാം വർഷമാണ് കൊച്ചി മെട്രോ പ്രവർത്തന ലാഭം രേഖപ്പെടുത്തുന്നത്. കൊച്ചി മെട്രോയുടെ 2ാം ഘട്ട വികസനം കാക്കനാട് സ്മാർട്ട് സിറ്റിയിലേക്കും ഇൻഫോ പാർക്കിലേക്കും എത്തുന്നതോടെ യാത്രക്കാരുടെ എണ്ണം ഇനിയും ഉയരുമെന്നാണ് പ്രതീക്ഷ. പുതിയ പാതകൾ പ്രവർത്തന സജ്ജമാകുന്നതോടെ കൂടുതൽ ജീവനക്കാരും വിദ്യാർത്ഥികളും നഗരയാത്രക്കാർക്കും മെട്രോയുടെ സേവനം പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ അറിയിച്ചു. കൊച്ചി മെട്രോയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ശരാശരി ദിനയാത്രക്കാരുടെ എണ്ണമാണ് 2025-26 സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്തിയത്. ആദ്യമായി പ്രതിദിന ശരാശരി യാത്രക്കാരുടെ എണ്ണം 1 ലക്ഷം കടന്ന് 1.01 ലക്ഷത്തിലെത്തി. മെട്രോയെ ദൈനംദിന യാത്രയുടെ പ്രധാന ആശ്രയമാക്കി കൂടുതൽ പേർ മാറിയതോടെ ടിക്കറ്റ് വരുമാനത്തിലും വലിയ വർധനവുണ്ടായി. 2026 പ്രതിദിന യാത്രക്കാരുടെ എണ്ണം 1.05 ലക്ഷമായി ഉയർന്നതോടെ തിരക്കേറിയ സമയങ്ങളിൽ കൂടുതൽ ട്രെയിൻ സർവീസുകൾ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ KMRL നടപ്പാക്കി. യാത്രക്കാർക്ക് വേഗമേറിയതും സുരക്ഷിതവും സൗകര്യപ്രദവുമായ യാത്ര ഉറപ്പാക്കുന്നതിനാണ് അധിക സർവീസുകൾ ഏർപ്പെടുത്തിയത്. ടിക്കറ്റ് വിൽപ്പനയിൽ മാത്രം ആശ്രയിക്കാതെ വ്യത്യസ്ത വരുമാന മാർഗങ്ങൾ വികസിപ്പിക്കുന്നതിലും കൊച്ചി മെട്രോ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിലെ ആകെ പ്രവർത്തന വരുമാനമായ 224.65 കോടി രൂപയിൽ 76.33 കോടി രൂപ, അതായത് ഏകദേശം 34% ടിക്കറ്റ് ഇതര വരുമാനമായിരുന്നു. സ്റ്റേഷൻ വാണിജ്യവൽക്കരണം, പരസ്യയിടങ്ങൾ, കെട്ടിട സ്വത്ത് വികസനം, വിവിധ പങ്കാളിത്ത പദ്ധതികൾ തുടങ്ങിയവയിലൂടെയാണ് ഈ വരുമാനം ലഭിച്ചത്. യാത്രാ ടിക്കറ്റിന് പുറമെ സ്ഥിരതയാർന്ന വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തിയ രാജ്യത്തെ മുൻനിര മെട്രോ സംവിധാനങ്ങളിലൊന്നായി കൊച്ചി മെട്രോ മാറിയിരിക്കുകയാണ്. എല്ലാവർക്കും എളുപ്പത്തിൽ ഉപയോഗിക്കാനാവുന്ന ജനസൗഹൃദ ഗതാഗത സംവിധാനം എന്ന നിലയിലും കൊച്ചി മെട്രോ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാർക്ക് സൗകര്യപ്രദമായ സ്റ്റേഷനുകൾ, മുതിർന്ന പൗരന്മാർക്കുള്ള പ്രത്യേക സംവിധാനങ്ങൾ, സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന നടപടികൾ എന്നിവ യാത്രക്കാരുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു. ഫീഡർ ബസ് സർവീസുകളുമായും വാട്ടർ മെട്രോയുമായും മികച്ച ഏകോപനം ഒരുക്കിയത് യാത്രക്കാർക്ക് തടസ്സമില്ലാത്ത യാത്രാനുഭവം നൽകുന്നു. സാങ്കേതിക വിദ്യയുടെ ഉപയോഗം, ശുചിത്വം, സമയകൃത്യത, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയും കൊച്ചി മെട്രോയുടെ സ്വീകാര്യത ഉയർത്തിയ ഘടകങ്ങളാണ്. പ്രവർത്തനം ആരംഭിച്ച ആദ്യ വർഷങ്ങളിലെ സാമ്പത്തിക വെല്ലുവിളികളെ മറികടന്ന് തുടർച്ചയായി 4 വർഷം പ്രവർത്തന ലാഭം നേടാൻ കഴിഞ്ഞത് കൊച്ചി മെട്രോയുടെ പ്രവർത്തന മികവിന്റെയും സാമ്പത്തിക അച്ചടക്കത്തിന്റെയും തെളിവാണ്. പരിമിതമായ ദൂരപരിധിയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും കുറഞ്ഞ കാലയളവിനുള്ളിൽ സാമ്പത്തിക സ്ഥിരത കൈവരിച്ച ഇന്ത്യയിലെ അപൂർവ മെട്രോ സംവിധാനങ്ങളിലൊന്നായി കൊച്ചി മെട്രോ മാറി. യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നത്, വിവിധ ഗതാഗത സംവിധാനങ്ങളുമായുള്ള ഏകോപനം ശക്തമാക്കുന്നത്, ടിക്കറ്റ് വരുമാനത്തിന് പുറമെയുള്ള വരുമാന മാതൃകകൾ വികസിപ്പിക്കുന്നത് എന്നിവ കൊച്ചി മെട്രോയെ രാജ്യത്തെ ഏറ്റവും മികച്ച നഗരഗതാഗത സംവിധാനങ്ങളിലൊന്നാക്കി മാറ്റുകയാണ്. ഭാവിയിലെ വികസന പദ്ധതികളോടെ കൂടുതൽ മേഖലകളിലേക്ക് സേവനം വ്യാപിപ്പിക്കാനും കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കാനും കൊച്ചി മെട്രോ ലക്ഷ്യമിടുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.